ടാസ്ക് എല്ലാം കഴിഞ്ഞു, അഭിഷേക് വിജയമായി. അതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് തോന്നിയ ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടായിരുന്നു. അത് ഓരോരുത്തരായിട്ട് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ജിൻഡോ പലപ്പോഴും സത്യങ്ങൾ തുറന്നു പറയും എന്നുള്ളതാണ്. ജിൻഡോ പറഞ്ഞൊരു ചെറിയ കാര്യങ്ങളുണ്ട്. ജിൻഡോ പറഞ്ഞത് നമ്മുടെ അഭിഷേക് എന്ന് പറയുന്നത് ആദ്യത്തെ ടാസ്ക് തന്നെ ഒരു ലക്ക് ഫാക്ടറായിരുന്നു. ലക്കിലൂടെയായിരുന്നു ആ ഗോൾഡൻ റാബിറ്റ് എന്ന് പറയുന്ന ടാസ്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ അന്നും പറഞ്ഞതാണ്. ലാസ്റ്റ് കാർഡ് എടുത്തത് സായിയുടെയും അഭിഷേകിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് അഭിഷേക് ജയിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ നന്നായി കളിച്ചവർ പലരും ഔട്ടായി പോയി എന്ന് ജിൻഡു ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലക്ക് ആദ്യത്തെ 3 പോയിൻ്റായിട്ട് അഭിഷേകിന് കിട്ടി. പിന്നെ അന്ന് ആദ്യത്തെ ദിവസം തന്നെ അഭിഷേകിന് വൻ ലീഡായപ്പോൾ അഭിഷേകിന് കോൺഫിഡൻസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ അഭിഷേകിന് പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വൻ ലീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അഭിഷേകിന് അടുത്ത ഗെയിമൊന്നും വലിയ ടെൻഷനൊന്നും ഇല്ലാതെ കളിക്കായിരുന്നു. പക്ഷേ മറ്റു മത്സരാർത്ഥികൾ അങ്ങനെയല്ലായിരുന്നു. അഭിഷേക് ഇങ്ങനെ ലീഡ് നേടിയപ്പം 2ാം ദിവസം ഞാൻ വിചാരിച്ചു അഭിഷേകിനെ അടിച്ചിടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അത് നമ്മൾ കാണുകയും ചെയ്തു. ജിൻഡോ 2ാം ദിവസത്തെ 2 ടാസ്കും ജയിച്ച് ജിൻഡോയും ഒപ്പം കയറാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അഭിഷേകിൻ്റെ വൻ ലീഡായിരുന്നു. പിന്നെ അത് ഗ്രൂപ്പ് കളിയിലേക്ക് പോയി. ഗ്രൂപ്പ് ഫായിയും ഫിജോയും അഭിഷേകും നന്ദനെ എല്ലാവരും കൂടെ നിന്നുകൊണ്ട് ഉള്ളൊരു കളിയായിരുന്നു പിന്നെ നമ്മൾ കണ്ടത്, ഇന്നത്തെ ഗെയിം പോലും അല്ലേ. അങ്ങനെ അഭിഷേകിന് കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരുന്നു. അഭിഷേക് നന്നായി കളിച്ചു. അഭിഷേകിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ജിൻഡോ അവസാനിപ്പിച്ചത്. ജിൻഡോ പറയുന്ന പല കാര്യങ്ങളും സത്യങ്ങൾ തുറന്നു പറയാൻ, ആരെയും മുഖത്ത് നോക്കാതെ തുറന്നു പറയാൻ ജിൻഡോ മടിക്കാറില്ലായിരുന്നു. പലപ്പോഴും ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോ ഇല്ലയോ എന്നൊന്നും ജിൻഡോ ശ്രദ്ധിക്കാറില്ലായിരുന്നു. ജിൻഡോ അത് തന്നെ തുറന്ന് പറയുന്നുമുണ്ട്. ഏതായാലും അത് തന്നെയാണ് ജിൻഡോയെ വ്യത്യസ്തനാക്കുന്നതും നമുക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. പലരും അവർക്ക് എന്ത് തോന്നുന്നു എന്ന് വിചാരിച്ച് തുറന്നു പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ജിൻഡോ തുറന്ന് പറയുക തന്നെ ചെയ്യും.